ആരോഗ്യ വകുപ്പിനും സർക്കാരിനുമെതിരായി കടുത്ത പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ നീങ്ങിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ബി.ജെ.പിയുടെ പ്രതിഷേധം പത്തനംതിട്ടയിൽ എം.എൽ.എ ഓഫീസിലേക്ക് ഇരച്ചുകയറാൻ ശ്രമിച്ച ബി.ജെ.പി പ്രവർത്തകരെ ബാരിക്കേഡുകൾ ഉയർത്തി പോലീസ് തടഞ്ഞിരിക്കുകയാണ്. മറുഭാഗത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കൊല്ലം കണ്ണനല്ലൂരിൽ നടക്കുന്ന പ്രതിഷേധമാണ്. കണ്ണനല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടക്കുന്നു. അവിടെ പ്രതീകാത്മകമായി മന്ത്രിയുടെ മൃതദേഹം കിടത്തിക്കൊണ്ട് ഒരു പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യമന്ത്രിയുടെ മൃതദേഹം പ്രതീകാത്മകമായി അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസും കടന്നിരിക്കുന്നു. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത് വരുന്നത് കൊല്ലം കണ്ണനല്ലൂരിൽ നിന്നാണ്. കണ്ണനല്ലൂരിൽ നിന്നുള്ള ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുജിത് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട്. സുജിത്, പറയൂ. ജി.കെ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ പ്രതീകാത്മക മൃതദേഹവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണനല്ലൂരിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. കണ്ണനല്ലൂർ ജംഗ്ഷനിൽ ഇപ്പോൾ മൃതദേഹം വെച്ച് ഇത്തരത്തിലൊരു പ്രതീകാത്മക മൃതദേഹം വെച്ചുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ ശക്തമായ പ്രതിഷേധം ഈ ഒരു സംഭവത്തിൽ ഉയർത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കോൺഗ്രസ് ഇത്തരത്തിൽ പ്രതിഷേധം ഏറ്റെടുത്തിട്ടുള്ള DCC ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഫൈസൽ, ബിന്ദു എന്ന സഹോദരി, ആ കേരളത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ആ സഹോദരിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് അവിടെ നടക്കുകയാണ്. ആ സമയത്ത് തന്നെ ആ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അവരുടെ ശവമഞ്ചത്തിലേറ്റിക്കൊണ്ടുള്ള പ്രതിഷേധം ഇന്ന് ചരിത്രമുറങ്ങുന്ന കണ്ണനല്ലൂർ ജംഗ്ഷനിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇത് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ മന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ആരോഗ്യ മേഖല ആകെ താളം തെറ്റിയ സാഹചര്യമാണ് നിലവിലുള്ളത്. അവിടെ കെട്ടിടം ഇടിഞ്ഞു വീണ്, അത് കട്ടയും സിമെൻറ്റും കൊണ്ടുള്ള കെട്ടിടമാണ് ഇടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഉള്ള അവസാനത്തെ ആശ്രയമായിട്ടുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരുടെ വിശ്വാസ്യതയും നഷ്ടപ്പെടുന്ന നിലയിൽ ആണ് അവിടെ ഇടിഞ്ഞു വീണിട്ടുള്ളത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിനും ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അതോടൊപ്പം തന്നെ മന്ത്രി എഴുതി കൊടുക്കുന്നത് വായിച്ച് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച അവിടെ വരുത്തിയിരിക്കുകയാണ്. ആര് പറയുന്നു അത് വിശ്വസിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സംസ്കാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിൽ ആ മന്ത്രി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ അമ്മ അവിടെ മരണവെപ്രാളം കൊണ്ട് ആ കട്ടയ്ക്കിടയിൽ കിടന്നപ്പോൾ ജി.കെ. ഇത് തന്നെയാണ് ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കൊല്ലത്തിന്റെ വിവിധ മേഖലകളിലൊക്കെ തന്നെ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ചവറയിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലത്തിന്റെ വിവിധ മേഖലകളിൽ പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ വെച്ച് പറയുമ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പിനും സർക്കാരിനും എതിരായിട്ടുള്ള പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ. പത്തനംതിട്ടയിലെ ബി.ജെ.പി പ്രതിഷേധം, അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ കോട്ടയം DCCയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം. ഇപ്പോൾ നമ്മൾ കണ്ടത് കൊല്ലം കണ്ണനല്ലൂരിൽ അവിടെ ശവമഞ്ചത്തിൽ പ്രതീകാത്മകമായ ആരോഗ്യമന്ത്രിയുടെ മൃതശരീരം കിടത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം കണ്ണനല്ലൂരിൽ നടക്കുന്നു.